ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. പ്രിയ സോണി ഫിലിപ്പച്ചൻ എന്നെ പരിചയപ്പെടുത്തിയ നല്ല വാക്കുകൾക്കൊക്കെ നന്ദി അറിയിക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ അരിപ്ലാച്ചി എബനേസർ മർത്തോമ ഇടവക അംഗമാണ്. പേര് ജോബിൻ സി ജോർജ്. ഞങ്ങൾ രണ്ടുപേരും മർത്തോമ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ മലപ്പുറത്തും പത്തനംതിട്ടയുമായിട്ട് UPST ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. സ്കൂളിൻ്റെ തിരക്കുകൾക്ക് അപ്പുറം ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും VBSുമായിട്ടും സൺഡേ സ്കൂളുമായിട്ടുമുള്ള പ്രവർത്തനങ്ങളിലൊക്കെയും ലഭിക്കുന്ന സമയങ്ങളിലൊക്കെയും ദൈവം തന്ന കഴിവുകൾ പ്രയോജനപ്പെടുത്താനായിട്ട് ദൈവം ഇടയാക്കുന്നു. അതിനുള്ള സമയമൊക്കെയും ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യും. ഇന്ന് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടവകയിലല്ല, ഇന്ന് എനിക്ക് തോന്നുന്നു മർത്തോമ സഭയിലെ എല്ലാ ഇടവകയിലും സൺഡേ സ്കൂളിലുമെല്ലാം ഇന്നത്തെ പ്രത്യേകത, ഇന്ന് രണ്ട് പ്രത്യേകതയാണ് മുഖ്യമായിട്ടുള്ളത്. ഒന്ന് പുതുഞെയറിൻ്റെ അനുഭവമാണ്. രണ്ടാമതായിട്ട് VBS സൺഡേ, ഫസ്റ്റ് റൗണ്ട് VBS നടക്കുന്ന എല്ലാ ഇടവകളിലും ഇന്ന് VBS സൺഡേ ആയിട്ട് ആചരിക്കുന്നു. ഇപ്പോൾ VBSൻ്റെ കുറിച്ച് സംസാരിക്കുമ്പോൾ മർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. സൺഡേ സ്കൂൾ സമാജം എന്നെ അയച്ചു. എന്നോട് ഈ പള്ളിയുടെ ലിസ്റ്റ് വന്നപ്പോഴേ പറഞ്ഞു, വലിയൊരു ഇടവകയാണ്, അനേകം കുട്ടികളൊക്കെ ഉണ്ട്, ഏറ്റവും നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ ഏറ്റവും മനോഹരമായ ഒരു ദേവാലയത്തിലേക്ക് അയക്കുകയാണ്. ദൈവം തന്ന കഴിവുകളെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ പ്രവർത്തകർ എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഇടവകയിലേക്ക് ഞാൻ മുമ്പ് ആരാധനയുടെ ഭാഗമായിട്ട് വന്നിട്ടില്ലെങ്കിലും 2010-15 കാലഘട്ടങ്ങളിലൊക്കെയും യുവനസഖ്യത്തിൻ്റെ പ്രവർത്തനമായിട്ടൊക്കെ പല പ്രവർത്തനങ്ങളിലും മീറ്റിങ്ങുകളിലുമൊക്കെയും ഇവിടെ ആയിരിക്കുന്നുണ്ട്. ഈ ഇടവകയിൽ നിന്നുള്ള കുറച്ച് സഖ്യം ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാം. പ്രിയപ്പെട്ട സജി ബാബു അച്ഛനെ, സിജോ രാജൻ അച്ഛൻ, കൂടാതെ അനു പീറ്റർ, നമ്മുടെ സാറിൻ്റെ മകൻ ജെബിൻ, ഇവരൊക്കെയും സഖ്യത്തിൻ്റെ ഭാഗമായിട്ടും ക്ലാസ്മേറ്റ്സുകളൊക്കെ ആയിട്ടും എൻ്റെ കൂടെ ഇപ്പോൾ ആയിരുന്നു. എന്നാൽ അവരോടെയൊക്കെ സൗഹൃദം പുതുക്കുവാൻ ഈ ഇടവകയിൽ വന്നതുപോലെ എനിക്ക് സാധിച്ചു. കൂടാതെ ഈ ഇടവകയിൽ ഇപ്പോൾ VBSൻ്റെ ഭാഗമായിട്ടൊക്കെയും അനേകം സുഹൃത്തുക്കളും അധ്യാപകരും കുട്ടികളുമൊക്കെയും ഒത്ത് നല്ല സൗഹൃദം സാധിക്കുവാൻ, പ്രിയ അച്ഛനോടൊത്തുള്ള സൗഹൃദം പുതുക്കുവാനൊക്കെയും അവസരം ലഭിച്ചു. ഈ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇന്നത്തെ VBS സൺഡേയുടെ ഭാഗമായിട്ട് ഈ VBSൻ്റെ കഴിഞ്ഞ താളുകളൊക്കെയും 1-ാം തീയതി ആരംഭിച്ച് 9-ാം തീയതി തീരുകയാണല്ലോ. എന്നാൽ VBSലൊക്കെയും ഇവിടുത്തെ കുട്ടികളൊക്കെയും വളരെ മിടുക്കരായിട്ട്, കുട്ടികൾ മാത്രമല്ല അധ്യാപകരും അതിന് സപ്പോർട്ട് ചെയ്യുന്ന വോളണ്ടിയേഴ്സ്, ഇതിൻ്റെ കൺവീനേഴ്സ്, എൻ്റെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററും ഒക്കെയും നല്ല നേതൃത്വം നൽകി, എല്ലാ സപ്പോർട്ടുകളും നൽകി, നല്ല നേതൃത്വവും കൈത്താങ്ങലുകൾക്ക് നൽകുന്നു. പ്രിയ അച്ഛൻ്റെ നേതൃത്വം, കൊച്ചമ്മയുടെയൊക്കെ സപ്പോർട്ട് VBSനൊക്കെയും ഏറ്റവും മനോഹരമായിരുന്നു, ഏറ്റവും സന്തോഷകരമായ അനുഭവം. VBSൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഫൈനൽ ഡേയുടെ സമയത്ത് സമാജം തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കും. ഇന്നിപ്പോൾ പുതുഞെയറിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പീഡാനുഭവത്തിൻ്റെ ഒരു ആഴ്ചയുടെ ദുഃഖവെള്ളിയുടെയൊക്കെ സമയം കഴിഞ്ഞ് ഉയർപ്പിൻ്റെയും സമയം കഴിഞ്ഞൊരു ഉയർപ്പ് ഞെയർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞെയറാണല്ലോ ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ ഏവെങ്കിലിനായിട്ട് വായിച്ച വേദഭാഗം നമുക്ക് ഏവർക്കും പരിചിതമാണ്. തോമസിൻ്റെ അനുഭവം, തോമസും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ അനുഭവം. ഏവെങ്കിലും നിങ്ങളേവരും ശ്രദ്ധിച്ചിരുന്നിരിക്കും. എന്നാലും അതിൻ്റെ ഒരു വാക്യം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 29. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾ പലയിടങ്ങളിലായിരുന്നല്ലോ കർത്താവ് നിൻ്റെ നാമത്തിൽ ഒത്തുകൂടി കർത്താവ് നിന്നെ ആരാധിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ ധ്യാനിക്കുവാനായിട്ട് നിന്ന സാവകാശത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, VBSൻ്റെ ഭാഗമായിട്ട് ഈ ദേവാലയത്തിലായിരിക്കാനും, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കുട്ടികളോടൊപ്പം ആയിരിക്കാനും, ഈ ആരാധനാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാനും വചനം സംസാരിപ്പാൻ തന്ന കൃപയോർച്ച് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അല്പസമയം നിൻ്റെ വചനം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. പറയുന്ന അടിയനെയും കേൾക്കുന്ന ഈ ജനത്തെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നിൻ്റെ സന്നിധിയിലിരിക്കട്ടെ. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കറിയാം, ഇന്നത്തെ ഈ സന്ദർഭം
തോമസും യേശുവുമായിട്ടുള്ളൊരു സംഭവം. ഈ തോമസ് എന്നുള്ള വ്യക്തിയെക്കുറിച്ച് ഈ വേദപുസ്തകത്തിൽ ഉടനീളം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ തോമസിൻ്റെ ചില വാക്കുകളും അതിന് യേശുവിൻ്റെ ചില മറുപടി, ആ 2-3 സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളേവർക്കും പരിചിതമുള്ളതാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള യേശു കർത്താവ് പറയുന്ന ചില പ്രധാന വാക്കുകൾ, ചില വചനങ്ങളൊക്കെയും ഈ തോമസിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുള്ളവയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചിന്തയായിട്ട് എടുത്തിരിക്കുന്നത് കർത്താവും ദൈവവുമായ യേശുക്രിസ്തു എന്നുള്ളതാണ്. കർത്താവും ദൈവവുമായ യേശുക്രിസ്തു. അപ്പോൾ നമ്മളേവരും ഏറ്റുപറയുന്ന ചില വാക്കുകളാണിത്. ഈ വാക്യം തോമസിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കാണ്. ഇന്നത്തെ ഈ ചിന്തയോട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, വിശ്വാസ കൂട്ടായ്മയിൽ നിന്നും അകന്നു പോയ തോമസ്. അപ്പോൾ നമുക്കറിയാം, ഈ തോമസ് എന്ന ശിഷ്യൻ യേശു എന്ന മഹാഗുരുവിൻ്റെ കീഴിൽ നിന്നിരുന്ന, നമ്മൾ VBS ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നോക്കിയാൽ ഒരു സമർത്ഥനായ ശിഷ്യനായിരുന്നു. ഏറ്റവും യേശുവിനോട് അടുത്ത് നിന്ന ഒരു ശിഷ്യനായിരുന്നു. ഈ തോമസിൻ്റെ ഒരു സ്വഭാവം പലപ്പോഴും ഒരു ഇരട്ട സ്വഭാവം തോമസ് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിശ്വാസവും സംശയവുമുള്ള ഒരു വ്യക്തിയായിരുന്നു തോമസ്. അപ്പോൾ തോമസിന് യേശു കർത്താവിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. എന്നാൽ ഈ വേദഭാഗത്തെ ആ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എന്തിന് ഈ തോമസിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് എന്തിനാണ് പലപ്പോഴും വേദഭാഗത്തിൽ കൊണ്ടുവരുന്നത്, എന്തിനാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈ ഒരു വാക്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്ര വിശ്വാസിയായിട്ട് നിന്ന ഒരു തോമസ് യേശുവിനോടുള്ള സംശയം, യേശുവിനെ കണ്ടെന്ന് ശിഷ്യന്മാർ പറയുമ്പം ആ ഒരു സംശയം വെച്ചിട്ടുള്ള പറയും. എന്നാൽ അതിൻ്റെ പല ചിന്തകളും നമ്മളെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തോമസിൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷത, തോമസിൻ്റെ ആ സംശയങ്ങൾ, തോമസിൻ്റെ ആ വിശ്വാസം നമ്മളിലേക്ക് എത്ര മാത്രം എത്തിച്ചേരണമെന്നുള്ളത്. ഞാൻ പറഞ്ഞ ഒന്നാമതായിട്ടുള്ള കാര്യം, വിശ്വാസ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ തോമസ്. യേശുവിനോടൊപ്പം നിന്ന തോമസാണ്, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും കണ്ടതാണ്. എന്നാൽ യേശു തിരിച്ചു മടങ്ങി വന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമസിൻ്റെ ആ മറുപടി നമുക്കറിയാം, നിൻ്റെ കണ്ടല്ലാതെ എന്ത് ചെയ്യത്തില്ല, വിശ്വസിക്കത്തില്ല എന്നുള്ള മറുപടി. അപ്പം ആ സമയം മനസ്സിലാക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് തോമസ് അവിടെ അകന്നു പോവുകയാണ്. അപ്പം തോമസിൻ്റെ പല പ്രസ്താവനകളും നമുക്കറിയാം. യേശുവിനോടുള്ള ഒരു അടുപ്പവും അവൻ്റെ കൂടെയുള്ളവരെ യേശുവിനോട് ചേർക്കുവാനും ഒക്കെ തോമസ് വളരെ ശ്രമകരമായിട്ട് നിന്നാണ്. ലാസറിൻ്റെ ഭവനത്തിലുള്ള അനുഭവമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തോമസിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് പറയാം, അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമം പോകാം എന്ന് തോമസ് പറയുന്നൊരു സന്ദർഭമുണ്ട്. ലാസറിൻ്റെ ഭവനത്തിൽ വെച്ച് തോമസ് പറയുന്നൊരു പ്രസ്താവനയാണ്, അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമം പോകാം. അപ്പം അത്ര ഡീപ്പായിട്ട് പറഞ്ഞ തോമസ്. പിന്നെ ഇപ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ കർത്താവും, യേശു കർത്താവിനെ കണ്ടതിന് ശേഷം പറഞ്ഞ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള പ്രസ്താവന. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇടയ്ക്ക് പറയുന്നുണ്ട്, നീ പോകുന്ന വഴി ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു പ്രസ്താവനയുണ്ട്. അപ്പോൾ അതിനുള്ള യേശുവിൻ്റെ മറുപടിയായിരുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വാചകങ്ങളൊക്കെയും നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ഈ വേദപുസ്തകത്തിലെ പഠനങ്ങളൊക്കെയും വരുമ്പോൾ നമ്മളിതെല്ലാം മനസ്സിലാക്കുന്ന വാചകങ്ങളാണ്. പിന്നെ അവൻ പറയുന്നുണ്ട്, അവൻ്റെ ആണിപ്പഴുതിലും കൈയിടുകയും വിലാപ്പുറം തൊടാതെയും ഞാൻ കർത്താവിനെ വിശ്വസിക്കില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ തോമസ് പറയുന്ന ചില പ്രസ്താവനകളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെവികളിൽ തട്ടി നിൽക്കുന്ന ചില പ്രസ്താവനകളാണ്. എന്നാൽ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. യേശു പോയെന്നറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തോമസ് യേശുവിനോട് ചേർന്ന് നിന്നായിരുന്നു, വിശ്വസിച്ച് നിന്നവനായിരുന്നു. പക്ഷേ യേശു ക്രൂശിക്കപ്പെട്ട് മരിച്ചു പോയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു തോമസിൻ്റെ വിശ്വാസം അല്പം ലൂസായി കാണും. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം, തോമസ് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. നമ്മളും ഇതാണ്, നമ്മൾ പള്ളിയുടെ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ആരാധനയിലും കൂട്ടായ്മയിലും ഒക്കെ നിൽക്കുമ്പോഴും യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു, നമ്മൾ വിശ്വാസമൊക്കെ പ്രകടിപ്പിച്ച് വിശ്വാസമൊക്കെ പ്രദർശിപ്പിച്ച് നിൽക്കുന്നവരൊക്കെ ആയിരിക്കാം. എന്നാൽ ചിലപ്പോൾ നമുക്ക് ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ഇനിയിപ്പോൾ അത്രയൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ മാറിപ്പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ തോമസ് ചിലപ്പം വിചാരിച്ചാണ്, യേശു ക്രൂശിക്കപ്പെട്ട് മരിച്ചുപോയി, ഇനിയിപ്പോൾ യേശു വരത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചാണ്, ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെ ജീവിച്ചത് വെച്ചിട്ട് അങ്ങ് പോകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ ഒരു തോമസിൻ്റെ അനുഭവം. അപ്പം ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ ഒരു സംഭവകഥയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരിക്കലും ഒരിടത്ത് ഒരു ക്രൈസ്തവ കുടുംബങ്ങളൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഒരു സ്ഥലത്തിനടുത്തൊരു മദ്യഷാപ്പ് വന്നു. ഒരു മദ്യഷാപ്പുണ്ട്. ഈ മദ്യഷാപ്പ് ആ
വിശ്വാസികൾക്ക് അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസമായിട്ട് തോന്നി. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ഇത് കണ്ടു പഠിച്ച ഒരു ദുശീലങ്ങളൊക്കെ ശീലിക്കും. അവിടെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ആരാധിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഈ ഷാപ്പ് ഒരു പ്രശ്നമുള്ളൊരു സ്ഥലമായിട്ട് മാറി. അപ്പോൾ അവിടുത്തെ കുറച്ച് സ്ത്രീകൾ വിചാരിച്ച് ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ മദ്യഷാപ്പ് ഇവിടുന്ന് മാറ്റണം. അപ്പോൾ അതൊരു ഹൈന്ദവ സഹോദരൻ നടത്തുന്ന ഒരു ഷാപ്പായിരുന്നു. അപ്പോൾ ഇവർ ആദ്യം പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. ഇത് ഞങ്ങൾക്ക് വളരെ ശല്യമാണ്, ഞങ്ങളുടെ ആരാധനയ്ക്കോ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ഞങ്ങൾക്ക് നല്ല ജീവിതം നയിക്കാനോ ഞങ്ങളെ കുട്ടികൾക്ക് മാതൃക കാണിക്കാനോ ഇത് പറ്റുന്നില്ല, ഇത് ഇവിടുന്ന് മാറ്റണം എന്നൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ പോലീസുകാർ ആദ്യം, കാരണം നമുക്കറിയാമല്ലോ അവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ഇവരിത് ആദ്യം മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇവർ പിന്നെ തീരുമാനിച്ചു എന്തുവാലും ഈ നിയമപാലകർ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കുറച്ച് സ്ത്രീകൾ ചേർന്ന് പ്രാർത്ഥിച്ചു. ദിനംതോറും പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഈ ഇത് ഇവിടുന്ന് മാറിക്കിട്ടണേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നാൾ ഇവർ പ്രാർത്ഥിച്ചു. വീണ്ടും ഇവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇത് മാറുന്നില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഇവർ പ്രാർത്ഥന വെച്ച് കുറച്ച് കഴിഞ്ഞ് നിർത്തി, ഇനി ഇത് മാറുന്നില്ല എന്നുണ്ട്. എന്തായാലും ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ കളക്ടറുടെ ഒരു ഓർഡർ വന്ന് ഈ ഷാപ്പ് ഇവിടുന്ന് മാറ്റാനുള്ള ഓർഡർ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലോട്ട് കൊടുത്തു. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ ഷാപ്പ് ഉടമയെ വിളിച്ചിട്ട് പറഞ്ഞ് കളക്ടറുടെ ഓർഡറുണ്ട്, ഇത് ഇവിടുന്ന് മാറ്റണം എന്നുള്ളത്. അപ്പം ഇതറിഞ്ഞ ഈ ഷാപ്പ് ഉടമ വീണ്ടും ഈ പോലീസ് സ്റ്റേഷനിൽ തിരിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തു. ഈ ഷാപ്പുടമ അറിഞ്ഞ് ഇവരിത് പ്രാർത്ഥിച്ചാണ് ഇത് മാറിയെന്നത് ഇയാൾക്ക് മനസ്സിലായി. ഈ ഷാപ്പുടമ ഈ സ്ത്രീകൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പറഞ്ഞ് ഇവർ എൻ്റെ ഈ ഷാപ്പ് പൂട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച്, അതുകൊണ്ട് എനിക്കിത് ഓർഡർ വന്നത് പൂട്ടാനുള്ളത് വന്നേക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഈ പോലീസുകാരെന്ത് ചെയ്തു, ഈ സ്ത്രീകളെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്കെതിരെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ഇദ്ദേഹം കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചാണ് ഈ ഷാപ്പ് പൂട്ടാനുള്ള ഓർഡർ വന്നേക്കുന്നത്, അതിനെതിരെ നിങ്ങളൊരു ഇദ്ദേഹം ഒരു ഷാപ്പിടം ഒരു കേസ് തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കെതിരെ അതിന് വേണ്ടിയാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വാസ്തവമാണോ എന്നറിയാൻ വേണ്ടി പോലീസുകാരൻ ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീകൾ അവിടെ വന്നിട്ട് ആദ്യം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചെന്നൊക്കെ ഉള്ള ശരിയാണ്, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നുമല്ല ഇത് പൂട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഈ ഷാപ്പിടവ് പറഞ്ഞ് അല്ല, ഈ സ്ത്രീകൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പൂട്ടിയത്, അപ്പോൾ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനിത് പൂട്ടാൻ സമ്മതിക്കത്തില്ലെന്ന്. അപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി. വീണ്ടും സ്ത്രീകൾ പറയാം, സാറേ ഞങ്ങൾ പ്രാർത്ഥിച്ചെന്നുള്ള ശരിയാണ്, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും അല്ലെന്ന്. അപ്പോൾ അവിടെ പോലീസുകാരനാകെ ടെൻഷനായി. അപ്പം തോന്നി ഇവിടെ ആർക്കാ വിശ്വാസം, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്കാണോ ഈ മദ്യഷാപ്പ് നടത്തുന്ന ഷാപ്പുടമയ്ക്കാണോ? അപ്പോൾ അത്തരത്തിൽ നമ്മളും എന്തോ ചെയ്തു, പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസമൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സന്ദർഭം നമ്മൾ അനുഭവിക്കുന്നു. രണ്ടാമതായിട്ട് അകന്നു പോയവരെ വിശ്വാസത്തിൽ നിന്ന് ഉറപ്പിക്കുന്ന ക്രിസ്തു. ഇവിടെ തോമസ് യേശുവിനോട് ചേർന്ന് നിന്നെയാണ്, വിശ്വാസത്തിൽ നിന്ന വ്യക്തിയാണ്. എന്നാൽ യേശു കർത്താവിനെ കുറച്ച് നാളൊന്ന് മാറി, യേശു കർത്താവ് ഒന്ന് അപ്രത്യക്ഷമായി എന്ന് കണ്ടപ്പോഴത്തേന് വിശ്വാസം ലൂസ് ചെയ്ത തോമസ്. അപ്പം പക്ഷേ യേശു കർത്താവ് തോമസിനെ അടുപ്പിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭം നമുക്കറിയാം. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് തോമസ് വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും തോമസിൻ്റെ അടുത്ത് വന്നിട്ട് തൻ്റെ മുറിവുകളെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ക്രിസ്തു ആകുന്നു, നീ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ തോമസിൻ്റെ ഒരു പ്രഖ്യാപനം. അത് നമ്മൾ മുമ്പേ പറഞ്ഞു. അപ്പം ഈ തിബരിയാസ് കടക്കരെ നമ്മളിപ്പോൾ ബിബിഎസിൻ്റെ കുട്ടികൾക്ക് ഒരു പാട്ടാണ്, അതാണിപ്പോൾ അവർ കാണിച്ചത്. അപ്പോൾ യേശു കർത്താവ് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ രാത്രിയോളം അധ്വാനിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെയും യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് യേശു കർത്താവാണോ എന്ന് അറിയാതെ തന്നെ ഒരാളെ വാക്ക് കിട്ടാമെങ്കിൽ പിന്നെ കേൾക്കാം എന്നുള്ള രീതിയിൽ വലതു ഭാഗത്ത് വലയെറിഞ്ഞ് പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് തിരിച്ച് ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അവിടെ യേശു കർത്താവിനെ ആരും ചോദ്യം ചെയ്തില്ല, നീ ആണ് കർത്താവെന്ന് ഒന്നും ആരും ചോദ്യം ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ അവരവിടെ ഉറപ്പിച്ച് വിശ്വസിച്ചു, യേശു കർത്താവ് തന്നെയാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നുള്ളത്. അപ്പോൾ അവിടെയും തോമസിനെ ഒരു എയിം ചെയ്തൊരു വാർത്തം പറഞ്ഞിട്ട് ആരും കർത്താവെന്ന് ചോദ്യം ചെയ്തില്ല എന്നുള്ള ഒരു പ്രസ്താവന. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന തോമസ്. ഞാൻ പറഞ്ഞു, വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ തോമസിനെ വീണ്ടെടുക്കുന്നതിനായ കർത്താവ്. മൂന്നാമതായിട്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന തോമസ്. വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുള്ള പ്രഖ്യാപനം. അപ്പം യേശു കർത്താവിനെ കണ്ട് മനസ്സിലാക്കി തോമസ് വീണ്ടും എന്ത് ചെയ്യുകയാണ്, കർത്താവിലോട്ട് അടുക്കുകയാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ നന്മ അനുഭവിക്കുന്ന നിമിഷങ്ങളെല്ലാം എൻ്റെ കർത്താവ് തന്നെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മൾ ഈ സന്ദർഭം മനസ്സിലാക്കുമ്പോൾ ഞാൻ 3 കാര്യമാണ് പറഞ്ഞത്. വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ തോമസ്,
അവനെ വീണ്ടെടുക്കുന്നവനായ ക്രിസ്തു വിശ്വാസ പ്രഖ്യാപനം വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന തോമസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്തുകൊണ്ട് കർത്താവ് തോമസ് എന്നുള്ള ശിഷ്യനെ ഇവിടെ തിരഞ്ഞെടുത്ത് അല്ലെ അങ്ങനൊരു സന്ദർഭം അവിടെ വന്ന് നമ്മളോട് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് തന്ന നന്മകളൊക്കെയും ദൈവത്തെ കാണാതെ തന്നെ, ചിലർ പറയും ഞാൻ ദൈവം നമുക്ക് ലഭിച്ച നന്മകളൊക്കെയും ദൈവം തന്നതാണെന്ന് ദൈവത്തെ കാണാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് യേശു കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തോമസ്. രണ്ടാമതായിട്ട്, ഇനി യേശുവിനൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഇനി ഒരു തോമസ് അല്ലേ, ഇനി ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്യരുത്, ഇങ്ങനെ കണ്ടിട്ടേ വിശ്വസിക്കുമെന്ന് പറയാനിടയാകരുത്. അപ്പോൾ തോമസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, കാണാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഭവങ്ങളൊക്കെയും ദൈവം തന്നതാണെന്ന് ഉറച്ച് വിശ്വസിക്കാനായിട്ട് ഇടയാകണം. അപ്പോൾ ഇനി ഒരു തോമസ് ഉണ്ടാകരുത്. തോമസ് എന്നുള്ള വ്യക്തി നമ്മുടെ VBSുമായിട്ട് VBSൻ്റെ ചിന്താശയം ഗോ പ്രൊഫിഷ്യൻ്റ് എന്നാണ്, സമർത്ഥരായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തോമസ് എന്നുള്ള വ്യക്തി സമർത്ഥനായ ഒരു ശിഷ്യനായിരുന്നു. കാരണം നമുക്കറിയാം, സമർത്ഥനായവർക്ക് മാത്രമേ എന്തുള്ളൂ, സംശയമൊക്കെ വരുത്തുള്ളൂ. കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും, ആ സംശയം വന്നാൽ അത് തുറന്ന് അവർ പ്രകടിപ്പിക്കും. ഒരിക്കലും തോമസ് എന്തല്ല ഓവർ സ്മാർട്ടായി കാണിച്ചില്ല. അപ്പോൾ സംശയം വന്നപ്പോഴും എങ്കിൽ പിന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല, അവനൊരു സംശയം വന്നത് തുറന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊക്കെ എന്തോ ചെയ്യും, നമ്മൾ ചില സംശയങ്ങളൊക്കെ വരും, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്നവരാണ്, സമർത്ഥരായിട്ട് അഭിനയിക്കുന്ന ചില സാഹചര്യങ്ങളായിട്ട് വരും. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ 2013 B.Ed പഠിച്ച സമയം. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് മാർക്ക് ലഭിക്കാൻ, നമ്മൾ B.Edൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമുക്ക് മാർക്കിടും. അപ്പം നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, സമർത്ഥരാണ്, പക്ഷേ നമ്മൾ സമർത്ഥരായി തീരണം. പക്ഷേ എന്ത് ചെയ്യരുത്, നമ്മുടെ ഈ VBSൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ സമർത്ഥരായി തീരണം, പക്ഷേ എന്ത് ചെയ്യരുത്, ഓവർ സ്മാർട്ടായി തീരരുത്, അധിക സമർത്ഥരായി തീരരുതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ നമ്മുടെ ഇപ്പം അറിയാം വിദ്യാർത്ഥികൾക്കൊക്കെ സ്കോളർഷിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്കോളർഷിപ്പൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങളവിടെ ട്രെയിനിങ്ങിനുള്ള ടീച്ചേഴ്സ് എല്ലാം കൂടെ അവിടെ ഇരുന്നപ്പം, ട്രെയിനീസ് എല്ലാം കൂടെ ഇരുന്നപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ വന്ന് പറഞ്ഞു, ടീച്ചർ പ്രായമായ ടീച്ചറാണ്, ടീച്ചറിന് കമ്പ്യൂട്ടർ നോളജൊക്കെ അധികമായിട്ടില്ലാത്തതാണ്, അന്നത്തെ കാലത്തിൽ അധികം കമ്പ്യൂട്ടർ നോളജ് അങ്ങനെ ഇല്ല. ടീച്ചർ പറഞ്ഞു, ഇതിനകത്ത് ആർക്കാ സ്പീഡിൽ നല്ല വേഗത്തിൽ കമ്പ്യൂട്ടർ ചെയ്യാൻ അറിയാവുന്നേ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ടീച്ചർമാരൊക്കെ എന്തിനു വിളിച്ചാലും റെഡിയായിട്ട് പറഞ്ഞോണം, ചെറുതായിട്ടൊക്കെ അറിയത്തില്ലെങ്കിലും റെഡിയായിട്ട് പൊക്കോണം. അപ്പോൾ ഞാനും കുറച്ച് ടീച്ചേഴ്സ് ഒരു പോകണം. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാനങ്ങ് കൈ പൊക്കി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഓക്കെ മോമ്പാ, പേര് ജോബിൻ മാമ്പാ. നമ്മുടെ എന്നെ കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോയപ്പോഴീ സ്കോളർഷിപ്പ് ചെയ്യുക. സ്കോളർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ എല്ലാം കൊടുക്കണം. പിന്നെ ഇവർക്ക് പൈസ കിട്ടുന്നേ, അപ്പോൾ ബാങ്ക് നെയിം കൊടുക്കണം. അപ്പോൾ ഞാൻ തരക്കേടില്ലാത്ത സ്പീഡിലൊക്കെ ചെയ്തു, തപ്പിപ്പറക്കിയൊക്കെ ചെയ്തു. എന്നാലും ഞാനിവിടെ ഷോ ചെയ്യുന്നുണ്ടെന്തോ എനിക്കിത് സ്പീഡിൽ ചെയ്യാൻ അറിയാമെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നു പറഞ്ഞപ്പോഴത്തേന് അവസാനം ബാങ്ക് നെയിം വന്നു, ബാങ്ക്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വന്നിട്ട് ഈ ബാങ്കിൻ്റെ ബ്രാഞ്ച് നമ്മൾ ടൈപ്പ് ചെയ്യണം. ബ്രാഞ്ചിൻ്റെ ബ്രാങ്ക് വരുമ്പോൾ ആദ്യം വരുന്നത് ആൽഫബറ്റ് ഓർഡറിലാണ് വരുന്നത്, അഞ്ചൽ, അടൂർ അങ്ങനെ വരുന്നു. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്ത കരവാളൂർ സ്കൂളിലാണ്. അപ്പോൾ കെയിലോട്ട് വരണം. അപ്പോൾ ഞാൻ എന്താ ഈ എയിലോട്ട് വെച്ചിട്ട് കീബോർഡിൻ്റെ ഡൗൺ ആരോയിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യും. അപ്പോൾ ഈ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഈ കഴ്സർ സ്പീഡ് താഴോട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് കെയിലെത്തി. ഇപ്പോഴത്തേന് ടീച്ചർ എന്നോട് പറഞ്ഞു, ജോബിന് എന്തൊരു സ്പീഡാ. അപ്പം ഞാനും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ടീച്ചറെ ഇതൊക്കെ നമ്മൾ പെട്ടെന്നങ്ങ് ചെയ്തു പോന്നു. അപ്പോൾ ആക്ച്വലി അവിടെ ഞാനൊരു സമർത്ഥനല്ലായിരുന്നു, പക്ഷേ ഞാൻ ഓവർ സമർത്ഥനായിട്ട് അവിടെ കാണിച്ച് നമുക്ക് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയല്ല തോമസിൻ്റെ ഒരു അനുഭവം. തോമസ് സമർത്ഥനായിരുന്നു, അവൻ്റെ സംശയവും അവൻ വിശ്വാസം ഉണ്ടായിരുന്നു, അത് അവൻ അതുപോലെ പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരു ചെറിയ സന്ദർഭം കൂടെ, അത് VBSുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവമാണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമർത്ഥരാകുക എന്നുള്ള രീതി നമ്മുടെ പലരും കുട്ടികളും നമ്മൾ ഏവരും ഇത് പലപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ 2014 ചിറ്റാർ സെൻറ്റ് പോൾസിൽ പത്തനംതിട്ടയിൽ ഒരു VBSന് ചെയ്യുന്ന സമയമാണ്. അപ്പം അന്ന് അവിടെ ഇടവക ദിനമായതുകൊണ്ട് അവിടെ വേറൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് VBS ലീഡർ പ്രസംഗിക്കേണ്ട, VBS ലീഡർക്ക് വേറെ റോൾ തരാം, അസിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ കയറി. അപ്പോൾ ഞാൻ അന്ന് അസിസ്റ്റ് ചെയ്യാനൊക്കെ ഇങ്ങോട്ട് തുടക്കുന്ന ഒരു സമയമാണ്. അസിസ്റ്റ് ചെയ്യാൻ കയറി നിന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ പറയില്ല, നമ്മുടെ പള്ളിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പം ക്രിസ്തീകരണത്തിനൊന്നും കൊണ്ടുപോകത്തില്ല, നമ്മൾ വേറെ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇല്ലാത്ത പേജൊക്കെ എടുത്ത് വായിക്കും. അപ്പം ഞാൻ അസിസ്റ്റ് ചെയ്തപ്പോൾ ആദ്യമൊക്കെ ഒരു ഫിയർ ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ നിൽക്കാനൊക്കെ. അപ്പോൾ സ്റ്റേജ് ഫിയറിൻ്റെ പ്രശ്നം. അപ്പോൾ ആദ്യമൊക്കെ കഴിഞ്ഞ് ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ റെഡിയായി, മധുബായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അച്ഛനൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്നു. അങ്ങനെ നിന്നപ്പോഴത്തേന് പിന്നെ കൊയറുകാരുടെ ഒരു പാട്ട്, കുർബാന അവസാനിക്കുന്ന ഒരു സമയപ്പോഴത്തേന് ഒരു പാട്ട്. അപ്പോൾ പാട്ട് വന്നപ്പോഴത്തേന് ഈ പാട്ട് ആക്ച്വലി പാട്ട് പാടി തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് കുറച്ചറിയാം. അപ്പം ഞാനും അങ്ങോട്ട് പാടി തുടങ്ങിയിട്ട്
എടുത്ത് വെച്ചപ്പോഴത്തേന് എൻ്റെ കൈ ക്രിസ്തീകീർത്തനം മാത്രമേ ഉള്ളൂ. നമ്മൾ കൺവെൻഷൻ ഗീതം കൊണ്ടു നടക്കുന്ന ശീലമില്ലല്ലോ. അപ്പോൾ ക്രിസ്തീകീർത്തനേ ഉള്ളൂ. അപ്പോൾ ഈ പാട്ട് പാടി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് ക്രിസ്തീകീർത്തനത്തിലാണ്. ആദ്യത്തെ ഒരു 4 വരി ഞാനങ്ങ് പാടി, പിന്നെ വരി അറിയത്തില്ല. പിന്നെ ഞാൻ എന്താ ചെയ്ത് ക്രിസ്തീകീർത്തനത്തിൽ നോക്കി ഈ പാട്ടിൻ്റെ വരി ഇൻഡെക്സ് എടുത്ത് ഇങ്ങനെ നോക്കുക, അവിടെ നിന്നോട്ട് നോക്കുക, ഇവിടെ വന്നോണ്ട് നോക്കിയിട്ട് പാട്ടിൻ്റെ വരി കിട്ടുന്നില്ല. പിന്നെ ഞാൻ വരച്ചിന് കൈ കിട്ടുന്നില്ല, ഇതിനകത്തല്ലി. അപ്പോഴത്തേന് ഈ കൊയറിൽ നിന്ന് ഫ്രണ്ട് ചെയ്യുന്നൊരു ടീച്ചർ, VBS ടീച്ചർ, അപ്പോൾ 7 ദിവസം ആയപ്പോഴത്തേനും ടീച്ചർ പരിചയം. ടീച്ചർ അവിടെ വന്നുകൊണ്ട് കാണിച്ചു, അതിലല്ല, ഇത് കൺവെൻഷൻ ഗീതമാണ്. അപ്പോൾ ക്രിസ്തീയ കീർത്തനത്തിൽ തപ്പുക. അപ്പം നമ്മളവിടെ സമർത്ഥനായിട്ട് നിന്ന് കാണിക്കാനായിട്ട് നോക്കുക. കാരണം നമുക്ക് ചിലപ്പോൾ പാട്ടറിയത്തില്ലെങ്കിൽ നമുക്കവിടെ മിണ്ടാതെ നിൽക്കായിരുന്നു, എന്നാലും ശ്രമിക്കായിരുന്നു. പക്ഷേ നമ്മളെന്ത് ചെയ്ത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇപ്രകാരം വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തീം ഗോയിങ് പ്രൊഫിഷ്യൻ്റ് എന്നുള്ളതാണ്. കുട്ടികളൊക്കെയും അതുമായിട്ട് ബന്ധപ്പെട്ട് മനോഹരമായിട്ട് VBSൻ്റെ ചിന്താവിഷയങ്ങളൊക്കെ പഠിച്ചു വരുന്നു. സമർത്ഥരായി തീരുവെന്നുള്ള ചിന്തയിൽ അവർ പല ചിന്തകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പേരൻസിനോടൊക്കെ ഷെയർ ചെയ്തെന്ന് മനസ്സിലായി. ആ ചിന്തകളൊക്കെയും നമുക്ക് ഏവർക്കും പഠിക്കാനും നമ്മുടെ ജീവിതത്തിലൊക്കെയും പ്രാവർത്തികമാക്കാൻ പറ്റിയ ചിന്തകളാണ് GoPro എന്നുള്ള തീം. GoPro എന്നുള്ള തീം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിലൊരു അട്രാക്ഷൻ തോന്നി അതവർ പഠിക്കണം. അതാണല്ലോ VBS. കുട്ടികളിൽ പലരും സന്തോഷകരമായ മനോഹരമായ പാട്ടുകളും അടിച്ചുപൊളി പാട്ടുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ക്രിസ്തീയ അല്ലാതെ അവരൊരു കംപ്ലീറ്റ് ഒരു സ്പിരിച്വൽ ലെവലിലോട്ട് രസകരമായ അനുഭവത്തിലൂടെ കൊണ്ടുവരുന്ന ഒരു സന്ദർഭം. അപ്പോൾ ഈ VBS ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് നടന്നു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സമർത്ഥനായ തോമസിൻ്റെ ഒരനുഭവം നമുക്ക് മനസ്സിലായി. വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ തോമസിനെ കർത്താവ് യേശുക്രിസ്തു അവനെ തിരിച്ച് വീണ്ടെടുക്കുകയും ആ വീണ്ടെടുപ്പിലൂടെ ഒരു വിശ്വാസ പ്രഖ്യാപനം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പ്രഖ്യാപനമായിട്ട് തോമസ് മുതിർന്നു. ആ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ഇന്നും ജീവിതത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ അനുഭവിച്ചിട്ട്, അത്ഭുതങ്ങളെ കണ്ടിട്ട്, ദൈവത്തെ കാണാതെ തന്നെ ഈ അത്ഭുതം അല്ലെ എൻ്റെ ഈ നന്മകൾ, എൻ്റെ അനുഗ്രഹങ്ങളൊക്കെയും ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്താൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകളിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.